നമസ്കാരം. നമ്മളിന്ന് ഇന്ത്യയുടെ ഈ അടുത്ത കാലത്തെ കച്ചവട കണക്കുകളെ പറ്റിയാണ് ആഴത്തിലൊന്ന് നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിലുള്ളത് ഇന്ത്യാസ് ട്രേഡ് ഡെഫിസിറ്റ് അനാലിസിസ് ആൻഡ് ഔട്ട്ലുക്ക് എന്ന റിപ്പോർട്ടിലെ പ്രധാന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം ഈ കണക്കുകളൊന്ന് വിശദമായി നോക്കുക. പിന്നെ എന്തുകൊണ്ടാണ് ഈ 2025 മെയ് മാസത്തിൽ വ്യാപാര കമ്മി കുറഞ്ഞത് എന്ന് മനസ്സിലാക്കുക. ഇതിലെ പ്രധാന കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്, ഇത് നിങ്ങളെ എങ്ങനെ ബാധിച്ചേക്കാം, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ശരി, അപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം അല്ലേ. 2025 മെയ് മാസത്തിൽ ഇന്ത്യയുടെ മൊത്തം വ്യാപാര കമ്മി, അതായത് ട്രേഡ് ഡെഫിസിറ്റ്, $6.6 ബില്യൺ കുറഞ്ഞു. കഴിഞ്ഞ കൊല്ലത്തെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 30% കുറവ്. ഇത് ശ്രദ്ധേയമാണല്ലോ. അതെ, ഒറ്റനോട്ടത്തിൽ അങ്ങനെ തോന്നും. പക്ഷേ ഇതിന്റെ ഉള്ളിലേക്ക് നോക്കണം. ഇതിലൊരു പ്രധാന കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ സേവന കയറ്റുമതി, അതായത് സർവീസ് എക്സ്പോർട്സ്, അതിലുണ്ടായ വളർച്ചയാണ്. അത് ഏകദേശം 9.4% കൂടി $32.4 ബില്യൺ. പക്ഷേ അതേസമയം നമ്മൾ ഉണ്ടാക്കി വിൽക്കുന്ന സാധനങ്ങൾ, ചരക്ക് കയറ്റുമതി അഥവാ മെർച്ചൻഡൈസ് എക്സ്പോർട്സ്, അത് 2.2% കുറഞ്ഞു. ഇതിന് പ്രധാന കാരണം ആഗോള വിപണിയിൽ എണ്ണവില കുറഞ്ഞതാണ്. അത് നമ്മുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയെ ബാധിച്ചു. ശരി. അപ്പോൾ ഈ വ്യാപാര കമ്മി, ചരക്ക് വ്യാപാരം, സേവന വ്യാപാരം, ഇതൊക്കെ തമ്മിലുള്ള ഒരു അടിസ്ഥാന വ്യത്യാസം ഓർത്തിരിക്കുന്നത് നല്ലതാണല്ലേ. ഇറക്കുമതിയുടെ മൂല്യം കയറ്റുമതിയേക്കാൾ കൂടുമ്പോഴാണ് വ്യാപാര കമ്മി വരുന്നത്. ചരക്ക് വ്യാപാരം എന്ന് പറഞ്ഞാൽ തൊടാനും കാണാനും പറ്റുന്ന സാധനങ്ങൾ, കമ്പ്യൂട്ടർ, വസ്ത്രം, എണ്ണ, അങ്ങനെയുള്ളവ. സേവന വ്യാപാരം എന്ന് പറയുമ്പോൾ IT, ടൂറിസം, കൺസൾട്ടിംഗ്, അങ്ങനെയുള്ള സേവനങ്ങൾ. അതെ, കൃത്യമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇന്ത്യക്ക് സാധാരണയായി ഈ ചരക്ക് വ്യാപാരത്തില് ഒരു കമ്മിയാണ് ഉണ്ടാവാറ്, അതായത് മെർച്ചൻഡൈസ് ട്രേഡ് ഡെഫിസിറ്റ്. നമ്മൾ കൂടുതൽ സാധനങ്ങൾ പുറത്തുനിന്ന് വാങ്ങുകയാണ് പതിവ്. പക്ഷേ സേവന വ്യാപാരത്തില്, സർവീസസ് ട്രേഡില് നമുക്കെപ്പോഴും മിച്ചമാണ്, സർപ്ലസ്. ഈ സേവനങ്ങളിൽ നിന്നുള്ള മിച്ചമാണ്, ആ ഒരു ലാഭമാണ് മൊത്തത്തിലുള്ള കമ്മി കുറയ്ക്കാൻ ഒരു പരിധിവരെ സഹായിക്കുന്നത്. അപ്പോൾ അതാണ് കാര്യം, സേവന മേഖലയുടെ ഒരു കരുത്ത് അല്ലേ? തീർച്ചയായും. ഒരു തരത്തിൽ പറഞ്ഞാൽ സേവന മേഖലയിലെ ഈ മുന്നേറ്റം ചരക്ക് മേഖലയിലെ ആ ഒരു ക്ഷീണത്തെ ഒരു പരിധിവരെ മറച്ചുപിടിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ആകുന്നത്. റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, എണ്ണ ഇതര കയറ്റുമതി, അതായത് നോൺ പെട്രോളിയം എക്സ്പോർട്സ്, അത് 5.1% കൂടി. പക്ഷെ അതേസമയം എണ്ണ ഇതര ഇറക്കുമതി, നോൺ പെട്രോളിയം ഇമ്പോർട്ട്സ്, അത് 10% കൂടിയിട്ടുണ്ട്. ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? ഇതൊരു നല്ല സൂചനയാണ്. ഇത് കാണിക്കുന്നത് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ എണ്ണയെ മാത്രം അമിതമായി ആശ്രയിക്കാതെ വൈവിധ്യവൽക്കരിക്കപ്പെടുന്നു എന്നാണ്. ഇലക്ട്രോണിക്സ്, കെമിക്കൽസ്, ഇതുപോലെയുള്ള മറ്റു മേഖലകളിലും ഇന്ത്യയുടെ കച്ചവടം വളരുന്നു. അത് നല്ലതാണ്. പക്ഷേ മറ്റേ ഭാഗം നോക്കണം. എണ്ണവില കുറഞ്ഞതുകൊണ്ട് ഇറക്കുമതി ബിൽ കുറഞ്ഞെങ്കിലും നമ്മൾ പുറത്തേക്ക് വിൽക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വരുമാനത്തെയും അത് ബാധിച്ചു. ശരിയാണ്. ഇത് എണ്ണവിലയെ ആശ്രയിക്കുന്നതിലെ ഒരു സ്ഥിരം വെല്ലുവിളി അതെടുത്തു കാണിക്കുന്നുണ്ട്. എണ്ണ ഇതര ഇറക്കുമതി കൂടിയത് ഒരു പക്ഷേ ആഭ്യന്തര ഡിമാൻഡ് കൂടുന്നതാവാം. അപ്പോ ഈ കമ്മി കുറയുന്നതുകൊണ്ട് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാകുമല്ലോ. ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഗുണങ്ങൾ തീർച്ചയായും ഉണ്ട്. പ്രധാനമായിട്ടും കമ്മി കുറയുമ്പോൾ ഇന്ത്യൻ രൂപയുടെ മേലുള്ള സമ്മർദ്ദം കുറയും. രൂപയുടെ വില സ്ഥിരത നേടാൻ ഇത് സഹായിക്കും. പിന്നെ വിദേശ നാണ്യ കരുതൽ ശേഖരം, നമ്മുടെ ഫോറക്സ് റിസർവ്സ്, അത് സംരക്ഷിക്കാൻ ഇത് സഹായിക്കും. സേവന കയറ്റുമതിയിലെ ഈ വളർച്ച അത് ഇന്ത്യയുടെ വൈജ്ഞാനിക സമ്പദ്വ്യവസ്ഥയുടെ, അതായത് നോളജ് ഇക്കണോമിയുടെ ശക്തിയാണ് കാണിക്കുന്നത്. അത് നല്ല കാര്യം. ഇനിയിപ്പോ ദോഷങ്ങളോ, എന്തെങ്കിലും ആശങ്കപ്പെടാനുണ്ടോ? ഉണ്ട്, തീർച്ചയായും. ഈ ചരക്ക് കയറ്റുമതിയിലെ ഇടിവ് അത് നമ്മുടെ ഉൽപ്പാദന മേഖലയെ, ഫാക്ടറികളെയും അവിടുത്തെ തൊഴിലവസരങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ശരി. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആഗോള എണ്ണവിലയിലെ മാറ്റങ്ങൾ അതിപ്പോഴും നമ്മളെ കാര്യമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. അതൊരു സ്ഥിരം തലവേദനയാണ്. പിന്നെ മൊത്തം ഇറക്കുമതി കുറയുന്നത് ഒരുപക്ഷേ രാജ്യത്തിനകത്ത് സാധനങ്ങൾ വാങ്ങാനുള്ള ആളുകളുടെ താൽപ്പര്യം കുറയുന്നതിനെ സൂചിപ്പിക്കാം. ആഭ്യന്തര ഡിമാൻഡ് കുറയുന്നത് അതത്ര നല്ല ലക്ഷണമല്ല. അപ്പോൾ ഇതിന്റെ എല്ലാം ആകെ തുക എന്താണ്? ഈ കണക്കുകൾ ആത്യന്തികമായി എന്താണ് നമ്മളോട് പറയുന്നത്? നോക്കൂ,
വ്യാപാര കമ്മി കുറയുന്നത് അത് താൽക്കാലികമായി ഒരാശ്വാസം നൽകുന്നുണ്ട്. പക്ഷേ ദീർഘകാലത്തേക്കൊരു സാമ്പത്തിക സ്ഥിരത വേണമെങ്കിൽ ഇന്ത്യയുടെ ചരക്ക് കയറ്റുമതി, അതായത് മെർച്ചൻഡൈസ് എക്സ്പോർട്സ്, അത് വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഉം. മേക്ക് ഇൻ ഇന്ത്യ, പിന്നെ ഈ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമുകൾ, അതായത് കൂടുതൽ ഉൽപ്പാദിപ്പിച്ചാൽ സർക്കാർ കൂടുതൽ സഹായം നൽകുന്ന പദ്ധതികൾ, ഇതിന്റെയൊക്കെ വിജയം ഇവിടെ വളരെ പ്രധാനമാണ്. സേവന മേഖലയിലെ ഈ മുന്നേറ്റം നിലനിർത്തണം, അതോടൊപ്പം തന്നെ ഉൽപ്പാദന മേഖലയുടെ മത്സരക്ഷമത കൂട്ടുകയും വേണം. അതാണ് വെല്ലുവിളി. ശരി. അപ്പോ ഇന്ത്യയുടെ വ്യാപാര രംഗത്തെക്കുറിച്ചുള്ള ഈയൊരു വിശകലനം ഇത് നിങ്ങൾക്ക് പുതിയ ചില ഉൾക്കാഴ്ചകൾ നൽകിയെന്ന് കരുതുന്നു. സേവന മേഖലയുടെ കരുത്ത്, പിന്നെ ചരക്ക് വ്യാപാരത്തിലെ വെല്ലുവിളികൾ, എണ്ണവിലയുടെ സ്വാധീനം, ഇതൊക്കെ നമ്മൾ മോട്ടമോട്ടി മനസ്സിലാക്കി. അതെ. ഈ ചർച്ചയിൽ നിന്ന് നിങ്ങൾക്ക് ആലോചിക്കാനായിട്ട് ഒരു ചോദ്യം തരാം. ഇന്ത്യയുടെ ഈ സേവന കയറ്റുമതിയിലെ മികവ്, അത് നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ഉൽപ്പാദന മേഖലയെ, അതായത് മാനുഫാക്ചറിംഗ് സെക്ടറിനെ ആഗോള വിപണിയിൽ കൂടുതൽ മത്സരക്ഷമമാക്കാൻ നിലവിലുള്ള ഈ സർക്കാർ പദ്ധതികൾക്കപ്പുറം പുതുതായി എന്തെല്ലാം സമീപനങ്ങൾ അല്ലെങ്കിൽ നയങ്ങൾ സ്വീകരിക്കാൻ സാധിക്കും? ഇതൊന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്.